And now I think it's time to go on the journey that we spoke to you about earlier, a journey of art, a journey of dance, music, drama, and so on and so forth. So the first item of the variety entertainment that we have is Sanjeevanam. Sanjeevanam is a play. The literal translation of it is life-giving. Jeevan nalgunnathu. Maybe at this point I should also mention that for the very first time in the 29-year history of Kala, this play was conceptualized, scripted, directed, and acted out almost exclusively by the ladies of Kala. Yes, that was a cue for you to clap. Everything from start to finish, every component of this production, including creation of props, passed through the hands of Kala ladies. It's quite a remarkable achievement, really. I was saying this at the outset so that you can pay attention not just to the characters of the play, but everything else that goes around in the stage, including the props. The play focuses on two stories, two separate stories of women trying to negotiate circumstances that life has thrown at them. It's about sisterhood. Yes, sisterhood, which is very often, I think, unspoken, innate, intuitive even. You don't have to ask for help. It just comes to you because someone has sensed the need. For want of a better word in Malayalam, thanga, that's the word I'm looking for, isn't it? Thanga, yes. Need I say anything more, Rooney? I think I've said too much already. So time to sit back and take it all in, ladies and gentlemen. Sanjeevanam. യാത്രകൾ അവ മനോഹരമായ അനുഭവങ്ങളാണ്. പലപ്പോഴും ജീവിതയാത്രയോട് ഉപമിക്കാവുന്നതാണ് ട്രെയിൻ യാത്രകൾ. തുടക്കത്തിനും ഒടുക്കത്തിനും ഇടയിൽ കാത്തിരിപ്പിന്റെയും കൂടിച്ചേരലിന്റെയും വേർപാടിന്റെയും സഹാനുഭൂതിയുടെയും വേദികൾ ഒരുക്കുന്നു അവർ. അവിടെ കുറെ കഥാപാത്രങ്ങളും അവരുടെ ജീവിത സത്യങ്ങളും മുഹൂർത്തങ്ങളും മിന്നിമായുന്നു. അങ്ങനെ ഒരു യാത്രയിലേക്ക് നിങ്ങളെ ഞങ്ങൾ കൊണ്ടുപോവുകയാണ്. നിളവൂരിലേക്ക് സഞ്ജീവനത്തിന്റെ യാത്ര. യാത്രക്കാർ ദയവായി ശ്രദ്ധിക്കുക. ട്രെയിൻ നമ്പർ 1024 തിരുവനന്തപുരം കാസർഗോഡ് കലാ പാസഞ്ചർ രണ്ടാമത്തെ പ്ലാറ്റ്ഫോമിൽ നിൽക്കുന്നു. എന്റെ റബ്ബേ, ഇതാരൊക്കെയാണ്? കലാ പാസഞ്ചറില് ഞമ്മക്ക് പരിചയമുള്ള കുറെ ചെങ്ങായിമാരിപ്പുണ്ടല്ല. അല്ല, നിങ്ങളൊക്കെ ചായയൊക്കെ കുടിച്ചിനി കുത്തിയിരിക്കണേ? ഇല്ലെങ്കിൽ ഈ ബീവാത്തുവിന്റെ പീടിയെന്ന് നല്ല ചൂടുള്ള ചായയും നല്ല സറസറാന്നുള്ള പയമ്പൊരിയും കഴിക്കാട്ടാ. ഓസിനല്ല, കായ വേണം. കമലെടുത്തേ, ഇങ്ങക്കൊരു ചായ എടുക്കട്ടി. അതിനെന്താ, ഒരു ചൂട് ചായ ഇങ്ങ് പോരട്ടെ. അല്ല, ഇന്നലെ ആസ്പത്രിയിലേക്ക് പോയിട്ട് എന്തായി ബീവാത്തു? ബീരാനിക്കൊക്കെ ഇപ്പൊ എങ്ങനെ ഉണ്ട്? എന്ത് പറയാനാ കമലെടുത്തിയേ, ബീരാനിക്ക് വലിയ മാറ്റമൊന്നുമില്ല. ഇപ്പയും ആ പഴയ കിടപ്പ് തന്നെ കിടപ്പ്. ആസ്പത്രിയിൽ എത്ര കായ ഞമ്മള് കൊടുക്കിനി? നിങ്ങൾക്കറിയോ, ബീരാനിക്കെ കാണാൻ എന്തോട് ചേലായിരുന്നു. ആര് കണ്ടാലും ഒന്ന് നോക്കൂ. ദേ ഇവിടെ നോക്കി, മൂപ്പർക്ക് ദാ ഇവിടെ ഒരു മസില്, ദാ ഇവിടെ ഒരു മസില്. എന്നാ പടച്ചോന്താ ഇവിടെയും കൂടെ ഒരു മസില് കൊടുത്ത് കളഞ്ഞില്ലേ? ഓ, ഈ മസിലിന്റെ കഥ കൊറേ കേട്ടതാ. എന്നാലും ബീവാത്തു, നീ അത് പറയുന്നത് കേൾക്കാൻ നല്ല ചേല. നീ ഒന്നും കൂടെ അത് പറയോ? നമ്മുടെ ബീരാനിക്ക നാട്ടിൽ വലിയ ഡിമാൻഡുള്ള തെങ്ങേറ്റക്കാരനായിരുന്നു. തെങ്ങേറ്റ മത്സരം ഉണ്ടായിരുന്നേ നമ്മുടെ ബീരാനിക്ക് 1ാം സമ്മാനം ഉറപ്പായിരുന്നു.
ഒരു ഈശം നമ്മുടെ മൂത്താപ്പയുടെ വീട്ടില് തെങ്ങ് കയറാൻ പോയതാ മൂപ്പര്. കേറി 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 അറ്റത്തെത്തിയിട്ട് പറഞ്ഞില്ല മണ്ടയില്ലാത്ത തെങ്ങായിരുന്നു. പിന്നെ പത്തോ 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 പത്തോന്ന് പറഞ്ഞ് താഴെ കിടന്നില്ലേ നമ്മുടെ ബീരാനിക്ക. ആ കിടന്ന കിടപ്പ പിന്നെ പായീന്ന് എണീറ്റിട്ടില്ല. അന്ന് നാട്ടാരെല്ലാം കൂടെ ഞമ്മക്ക് ഇട്ട് തന്ന ചായപ്പീടിയാണ്, വിക്കിപീഡിയ. ബീരാനിക്ക ഈ കടയുടെ ഐശ്വര്യം പീഡിയ, വിക്കിപീഡിയ. അല്ല കമലെടുത്തിയേ, നിങ്ങൾക്കൊരു മോനുണ്ടായി. ആ പഹയൻ ഗൾഫിലോട്ടിയോ? ഓനിപ്പോ എവിടെയാ? നിങ്ങക്ക് കായൊന്നും അയച്ചതില്ല? അല്ല ബീവാത്തു, പൈസ ഉണ്ടാക്കിയിട്ട് എന്താ കാര്യം? അവന്റെ കൂട്ടുകെട്ടെല്ലാം മോശമായി പോയില്ലേ. കുടിച്ചും കുടിപ്പിച്ചും എല്ലാം നശിപ്പിച്ചു. കടം തീർക്കാൻ വേണ്ടിട്ട് ഞാനിതാ ഈ ചെറിയ കട എവിടെ ഇട്ടിട്ടിരിക്കുക. അല്ല, ഇതില് എനിക്ക് സന്തോഷാണ് കേട്ടോ. ഈ പോകുന്ന ആളുകളെയൊക്കെ നോക്കിയിരുന്നാല് സമയം പോകുന്നതും അറിയില്ല, വിഷമങ്ങളും ഒന്നും അറിയില്ല. യാത്രക്കാർ ദയവായി ശ്രദ്ധിക്കുക. ട്രെയിൻ നമ്പർ 1024 തിരുവനന്തപുരം കാസർഗോഡ് കലാ പാസഞ്ചർ രണ്ടാമത്തെ പ്ലാറ്റ്ഫോമിൽ നിൽക്കുന്നു. അല്ല, ലേഡീസ് സ്പെഷ്യൽ ട്രെയിൻ വരാനായല്ലോ. ഇന്ന് ഇത്തിരി ലേറ്റ് ആണെന്ന് നമ്മൾ നേരത്തെ അനൗൺസ്മെന്റ് കേട്ടതല്ലേ? കമലെടുത്തി, ഇത് നമ്മുടെ സ്ത്രീകളുടെ അഭയമന്ത്രി ഉദ്ഘാടനം ചെയ്യാമെന്ന കളക്ടറല്ലേ? നമ്മളെ ചന്ദ്രിക പത്രത്തിൽ വായിച്ചായിരുന്നു. ഓ ശരിയാ ദിവാത്തു, ഇതാണ് നമ്മുടെ സിന്ധു മാഡം. വാ, നമുക്കൊന്ന് പോയി പരിചയപ്പെടാം. മാഡം ഇവിടെ ഇരുന്നോളൂ, ട്രെയിൻ വരാൻ ഇനിയും 15 മിനിറ്റ് ഉണ്ട്. കളക്ടർ മാഡം നമസ്കാരം. ഞാൻ കമല. ഇവിടെ ഇതായി പുസ്തകങ്ങൾ വെക്കുക. ഇത് ദിവാത്തു. എന്തൊരു പതുപതുത്ത സാരി. അല്ല, നമ്മുടെ കടയില് നല്ല ചൂടുള്ള ചായയും പഴംപൊരിയും ഉണ്ട്. എടുക്കട്ടെ ആരണോ? കായൊന്നും തരണ്ടേ നീ? ഓ, ഇതൊക്കെ ചോദിക്കാനുണ്ടോ? ഒന്ന് എടുത്തോണ്ട് വാ എന്റെ ബീവാത്തു. ലിൻസി നാട്ടിലൊക്കെ പോയിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു? കൂട്ടുകാരിയുടെ അനുജന്റെ കല്യാണം കൂടാനല്ലേ പോയത്? കല്യാണമൊക്കെ നന്നായിരുന്നു, പക്ഷെ എന്തൊരു ചൂടായിരുന്നു. ഓ, സദ്യയൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? സദ്യയൊക്കെ നന്നായി, പക്ഷെ മിന്നിട്ട് കഴിയുന്നതിന് മുന്നേ തന്നെ ഉണ്ണാനുള്ളൊരു തിരക്ക് തുടങ്ങി. പിന്നെ കേൾക്കണോ മാഡം, ഞാനും ഒരു അമ്മച്ചിയും ഒരു സീറ്റിന് വേണ്ടി മത്സരമായിരുന്നു. ഞാൻ ഇരുന്നതും ആ അമ്മച്ചി ഇലയും കൊണ്ടോടി. എന്തു പറയാനാ, ഇതുപോലൊരു സംഭവം ആദ്യമായിട്ടാ. നല്ല തമാശ. നാടിനെ പറ്റി പറഞ്ഞപ്പോഴാ, ഞങ്ങളുടെ നാട്ടിൽ നല്ല മഴയാണത്രേ. അമ്മ ഇന്നലെ വിളിച്ചപ്പോ പറഞ്ഞതാ. ലിൻസി എനിക്ക് ഷെഡ്യൂൾ തന്നിരുന്നോ? ആട്ടെ, ഇന്നത്തെ എന്റെ അപ്പോയിന്റ്മെന്റ്സ് എന്തൊക്കെയാണ്? ഷെഡ്യൂല് എൻ്റെ കയ്യിലുണ്ട് മാഡം, ദേ ഇപ്പോൾ പറയാം. 10:30 മീറ്റിംഗ് വിത്ത് കരിമ്പുഴ കൈത്തറി എംപ്ലോയീസ്, ചെറുകിട വ്യവസായ വനിതാ തൊഴിലാളികളുടെ വെൽഫെയർ സ്കീമിനെ പറ്റിയിട്ടുള്ള ഡിസ്കഷൻ. 3 o'clock മീറ്റിംഗ് വിത്ത് ടൂറിസം മിനിസ്റ്റർ അറ്റ് ദ ഗസ്റ്റ് ഹൗസ്. ജില്ലാ ഓണാഘോഷ പരിപാടികളെക്കുറിച്ചുള്ള ഡിസ്കഷനാണിത്. മാഡം, ഇത് സമയത്തിന് കഴിയുമെന്ന് എനിക്കറിയില്ല, അതുകൊണ്ട് ഞാൻ 4 മണിക്ക് ഒന്നും ഷെഡ്യൂൾ ചെയ്തില്ല. 6 o'clock നൃത്യാഞ്ജലി ഡാൻസ് ഫെസ്റ്റിവൽ ഇനോഗ്രേഷൻ. അതിൻ്റെ ബ്രോഷർ ഇതാ മാഡം. ഡാൻസിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഇതിലുണ്ട്. മാഡത്തിന് ട്രെയിനിലിരുന്ന് വായിക്കാമല്ലോ. താങ്ക്സ് ലിൻസി. ഇന്നത്തെ ദിവസം എനിക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. ഞാൻ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു പ്രോഗ്രാമാണിത്. ദിസ് ഈസ് ക്ലോസ് ടു മൈ ഹാർട്ട്. മാഡത്തിന് ഈ ഡാൻസറെ നേരത്തെ അറിയോ? അറിയാമോന്നോ? ഇതാണ് ഗായത്രി, ഗായു, എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട കൂട്ടുകാരി. താങ്ക് യു. ഈ കഥ പെട്ടെന്നൊന്നും പറഞ്ഞാൽ തീരില്ല. വരൂ, നമുക്ക് ഇരുന്ന് സംസാരിക്കാം. കുട്ടികളെ
വരൂ. നീ എന്താ മാറിയിരിക്കുന്നേ? ടീച്ചർ വിളിക്കുന്ന കേട്ടില്ലേ? ഞാൻ വരുന്നില്ല, നീ പൊയ്ക്കോ. അതൊന്നും ശരിയാവില്ല. നമ്മൾ ഒരുമിച്ചല്ലേ പ്രാക്ടീസ് ചെയ്തത്. ഇല്ല, നീ പൊയ്ക്കോ. പറ്റില്ല. എന്താ ഉണ്ടായെന്ന് പറ. ഞാൻ ചെയ്യുന്നത് ഒന്നും ശരിയാവുന്നില്ല. എന്നാരാ പറഞ്ഞേ? ഞാൻ നിന്നോട് പറഞ്ഞില്ല എന്നേ ഉള്ളൂ. ടീച്ചറിന് എന്നെ ഒട്ടും ഇഷ്ടമല്ല. ഞാൻ എന്ത് ചെയ്താലും എന്തെങ്കിലും കുറ്റം കണ്ടുപിടിക്കും. നീ കാണുന്നതല്ലേ എന്നെ എല്ലാവരുടെയും മുന്നിലിട്ട് കളിയാക്കുന്നത്. അയ്യോ, എന്റെ സിന്ധുട്ടി. ഡാൻസ് എൻ്റെ ജീവനാണെന്ന് നിനക്കറിഞ്ഞുകൂടെ? UPSC എക്സാംസ് കാരണം എനിക്ക് ഒന്നിനും സമയം കിട്ടുന്നില്ല. ഞാൻ ഒന്നും മര്യാദയ്ക്ക് പ്രാക്ടീസ് ചെയ്തിട്ട് എത്ര നാളായെന്നറിയാമോ? നമ്മൾ 5 വയസ്സ് തൊട്ട് ഒരുമിച്ച് ഡാൻസ് ചെയ്യുന്നതാ. നീ വളരെ ടാലന്റഡ് ആയ കുട്ടിയല്ലേ. ടീച്ചറിന് അതറിയാം. അതുകൊണ്ടാണേ നിന്നെ പുഷ് ചെയ്യുന്നത്. ഡാൻസും എൻട്രൻസ് എക്സാമിൻ്റെ പഠിപ്പും ഒരേ സമയം കൈകാര്യം ചെയ്യാൻ എനിക്ക് ആവുന്നില്ല. നിന്നെ കൊണ്ടത് പറ്റുന്നേ. നിനക്ക് ഓർമ്മയില്ലേ, നമ്മൾ അരയന്നൂർ കാവിലെ ഉത്സവത്തിൽ പൊരിഞ്ഞ വെയിലത്ത് ഡാൻസ് ചെയ്തപ്പോഴേ ഞാൻ ഉൾപ്പെടെ എല്ലാവരും തണലത്തേക്ക് ഓടി. നീ മാത്രമാണ് അന്ന് അവിടെ നിന്ന് ജതിസ്വരം മുഴുവനും കളിച്ചത്. അന്ന് ടീച്ചർ നിന്നെ കെട്ടിപ്പിടിച്ച് പറഞ്ഞത് ഓർമ്മയില്ലേ? അന്നത്തെ ആ മിടുക്കി കുട്ടി എവിടെ? എന്നാ ഇനി ക്ലാസ്സിൽ പോകാലോ? വെരി ഗുഡ്. തട്ടിക്കൊമ്പിട്ടോളൂ. അടുത്ത ക്ലാസ്സിൽ നല്ലോണം പ്രാക്ടീസ് ചെയ്തിട്ട് വരൂ കുട്ടികളെ. അടവുകൾ ഒന്നും കൂടി മിനുക്കാനുണ്ട്. അടുത്ത ക്ലാസ്സിൽ ഞാനുണ്ടാവില്ല കേട്ടോ. നീ പ്രാക്ടീസ് ചെയ്താൽ മതി.
ഗായു, നീ ഒന്നും കൂടി ആലോചിക്കൂ പ്ലീസ്. നർത്തകിയാവാനുള്ള നിന്റെ സ്വപ്നം എന്താകും? സിന്ധുട്ടി, എൻ്റെ പൊന്നു പുസ്തക പുഴു, നിനക്കത് പറഞ്ഞാൽ മനസ്സിലാവില്ല. എനിക്ക് അവൻ്റെ കൂടെ അല്ലാതെ ഇനി ജീവിക്കാൻ പറ്റില്ലടാ. അവൻ എന്നെ പൊന്നു പോലെ നോക്കുമെന്ന് എനിക്ക് നല്ലോണം അറിയാം. വീട്ടുകാരുടെ സമ്മതത്തോടു കൂടി ഇതൊരിക്കലും നടക്കില്ല. ഇതല്ലാണ്ടേ എനിക്ക് വേറെ വഴിയില്ലടാ. ഞാൻ ശരത്തേട്ടൻ്റെ കൂടെ പോകുകയാണ്. നീ നിന്റെ അച്ഛനും അമ്മയും പറ്റി ആലോചിച്ചോ? ഇനി ഒന്നും ആലോചിക്കാനില്ല. ഇതൊക്കെ പിന്നെ ശരിയാവും. അച്ഛനും അമ്മയും ഒരു ദിവസം എന്നെ മനസ്സിലാക്കും. ഈ കത്തിലേ ഞാൻ എല്ലാം എഴുതിയിട്ടുണ്ട്. നീ വേണം ഇതെൻ്റെ വീട്ടിലെത്തിക്കാൻ. അയ്യോ, ഞാനോ? എനിക്ക് മറ്റേ ആരെയും വിശ്വാസം ഇല്ലടാ. ഈ കത്ത് നീ തന്നെ അമ്മയ്ക്ക് കൊടുക്കണം. നീ പറയണം ശരത്തേട്ടൻ നല്ലവനാണെന്ന്. എനിക്കൊരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. പിന്നെ നീ പഠിത്തത്തിൽ മാത്രം ശ്രദ്ധിച്ച് ഡാൻസ് ഒന്ന് നിർത്തിയേക്കല്ലേ കേട്ടോ. ഇതാ, നീ എൻ്റെ ചിലങ്ക വെച്ചോളൂ. ഇനി എനിക്ക് ഇതിൻ്റെ ആവശ്യമില്ല. എൻ്റെ സ്വപ്നം ഇനി ശരത്തേട്ടനുമായിട്ടുള്ള ജീവിതമാണ്. ആ ദാ വണ്ടി എത്തി. സിന്ധു, അയ്യോ, എന്റെ കുട്ടി ഗായത്രി. സിന്ധു, നിന്നെ ഞാൻ എന്റെ മോളെ പോലെ സ്നേഹിച്ചതല്ലേ. എന്നിട്ട് നിനക്ക് എങ്ങനെ തോന്നി എന്നോട് ചെയ്യാൻ? ഒരു വാക്ക് നിനക്ക് ഞങ്ങളോട് പറയാമായിരുന്നില്ലേ? നല്ല കൂട്ടുകാർ, നല്ല വഴികാട്ടികളായിരിക്കണ്ടേ സിന്ധു? നിങ്ങൾ സഹോദരിമാരെ പോലെ ആയിരുന്നില്ലേ? എന്നിട്ടും നീ എന്റെ ഗായത്രിയെ തടഞ്ഞില്ലല്ലോ. നോക്ക, അവൾക്ക് എന്തെങ്കിലും ആപത്ത് വന്നാൽ നീ ആയിരിക്കും ഉത്തരവാദി. സിന്ധു, സംഭവിക്കാനുള്ളതൊക്കെ സംഭവിച്ചു. ഗായത്രി പൊയ്ക്കോട്ടെ. ഇനി അവളായി അവളുടെ പാടായി. ഡാൻസ് പഠിത്തമൊക്കെ മതി. വരൂ, വീട്ടിൽ പോകാം. അങ്ങനെ അവർ സ്വന്തം ജീവിത വഴികൾ തിരഞ്ഞെടുത്തു. സിന്ധു പഠിത്തവും നൃത്തവുമായി മുന്നോട്ടു പോയി, കലക്ടറായി. പക്ഷേ ഗായത്രി ഇളകിമറിയുന്ന അലകടലിൽ ഇരമ്പുന്ന തിരമാലകൾക്കിടയിൽ കുടുങ്ങിയ ചെറു തോണി പോലെയായി അവളുടെ ജീവിതം. ഹലോ അമ്മ. അമ്മ എന്താ പതിവില്ലാതെ ഈ സമയത്ത് വിളിക്കുന്നത്? മോളെ സിന്ധു, ഒരു കാര്യമുണ്ട് കേട്ടോ കുട്ടി. നിന്റെ കൂട്ടുകാരി ഗായത്രി വളരെ ബുദ്ധിമുട്ടിലാണ്. നീ അറിഞ്ഞോ എന്തോ? ആ ഭർത്താവിൻ്റെ പീഡനം സഹിക്കാൻ വയ്യാതെ അവൾ വല്ലാത്തൊരവസ്ഥയിലാണ് മോളെ. അവളെ സഹായിക്കാൻ നിനക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? പാവം ഗായത്രി. അയ്യോ അമ്മേ, ഞാൻ അറിഞ്ഞില്ലല്ലോ. ഗായത്രിയെ നാളെ തന്നെ പോയി കാണാം. എടി ഗായത്രി, എത്ര സമയം വെയിറ്റ് ചെയ്യണം താൻ ഡോറും തുറക്കാൻ?
എപ്പോഴും ഒരുങ്ങിക്കൊണ്ട് നിന്നോ? അല്ല, ആരെയായി കണ്ണും കലാശവും കാണിച്ച് വീഴ്ത്താൻ ശ്രമിക്കുന്നത്? രാവിലെ മുതൽ ജോലിയെടുത്ത് വീട്ടിലെത്തുമ്പോൾ ഒന്ന് വാതിൽ തുറന്നു തരാനും ബുദ്ധിമുട്ടാണല്ലേ തമ്പുരാട്ടിക്ക്? ഇന്ന് പാർട്ടിക്ക് പോകണം, വേഷം മാറ്റട്ടെ. ഒരു ചായ കിട്ടുമോ? വൃത്തികെട്ട ചായ. ഒരു കപ്പ് ചായ പോലും മര്യാദയ്ക്ക് ഉണ്ടാക്കി അറിയില്ലേ? ഈ ബാഗും തൂക്കി എങ്ങോട്ടാ? ഒരുങ്ങിക്കൊണ്ട് വരാനായിരിക്കും. മാറി നിൽക്കടി. വാതിൽ തുറക്കടി. ഇപ്പോഴാണ് നീ കാണാൻ സുന്ദരിയാവുന്നത്. ഇങ്ങ് വന്നേ. എടി, നീ പോടി എന്റെ കൺമുന്നിൽ. നിന്നെ നീ കണ്ടുപോരുത്. ഗായത്രി, ഗായു, ഗായു, ഇത് ഞാനാണ്, നിന്റെ പുസ്തകപ്പുഴു. ഇനി നീ ഒറ്റയ്ക്കല്ല. വരൂ, എഴുന്നേൽക്കൂ. നീ ആരാണെന്ന് ചിന്തിച്ചു നോക്കൂ. ഒരു നർത്തകിയാവുക, അതായിരുന്നില്ല നിന്റെ സ്വപ്നം. അത് സാക്ഷാത്കരിക്കണ്ടേ? അതിനുവേണ്ടി നീ നിന്റെ കർമ്മപാതയിലേക്ക് തിരിച്ചു പോകൂ. ധ്വജ പാണ്ഡ്യ സജാതേ മാതേ മലയ ധ്വജ പാണ്ഡ്യ സജാതേ മാതംഗ വദന ഗുഗ മാതേ മലയ ധ്വജ പാണ്ഡ്യ സജാതേ മാതംഗ വദന ഗുഗ മാതേ മലയ ധ്വജ പാണ്ഡ്യ സജാതേ മാതംഗ വദന ഗുഗ നിദദ 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 നിപമദദ നിരിസ നിസദ നിസദ പമമദദ നിഗരി നിരിസദ നിസദ പമദദ പദമ പമ പദ ദനി ദമദദ നിസദി
ni da da ni da da ni pa ma da da ni sa ni sa da ni sa da pa pa ma da da ni ga ni sa da ni sa da pa pa da ma ga ma pa pa ma pa da da ni da pa da ni sa ni da da ma da ni pa ni da sa sa pa da ni da pa da ni sa ni da da pa da da ni da sa da ni da ma da ni sa ni da sa ni da da pa pa ma te malaya dwaja pandya sagate matanga varala guga mate mate ഇത് എന്റെ ചിലങ്കയല്ലേ? നിന്റെ ജീവിതം വീണ്ടും ഇവിടുന്ന് തുടങ്ങട്ടെ. ഗായത്രിക്ക് അവളുടെ നൃത്തവും എനിക്ക് എൻ്റെ ഗായുവിനെയും തിരിച്ചു കിട്ടി. മാഡം വരൂ, നമ്മൾ C1-ലാണ്. ലിൻസി പതുക്കെ. ഷോ, ഈ കുട്ടിയുടെ ഒരു കാര്യം. നമ്മുടെ കളക്ടറിന്റെ കഥ കേട്ട് സമയം പോയത് അറിഞ്ഞേയില്ല. കുട്ടിക്കാലം മുതൽ ഒന്നിച്ച് കളിച്ച് വളർന്നവരാ. കണ്ടില്ലേ അവരുടെ പരസ്പര സ്നേഹം, കൂടപ്പറപ്പുകളെ പോലെ. ഇതാണ് യഥാർത്ഥ ചങ്ങാത്തം. ഇങ്ങളും എന്നെയും പോലെ അല്ലേ കമലെടുത്തിയേ? റബ്ബേ, ദാ വീണ്ടും മഴ. കമലെടുത്തിയേ, നിങ്ങൾ ഓടിക്കോളി, നിങ്ങളുടെ പുസ്തകമൊക്കെ നനഞ്ഞ്. അയ്യോ, എൻ്റെ മനോരമയും മംഗളും ഒക്കെ നനഞ്ഞുപോയി. അയ്യോ, നിങ്ങൾ വല്ലാണ്ട് നനഞ്ഞല്ല. ഒരു ചൂട് സുലൈമാനി എടുക്കട്ടെ? വേണ്ട, ഞാൻ വെള്ളം കൊണ്ടുവന്നിട്ടുണ്ട്, അത് മതി. സുമതിയമ്മ, എങ്ങോട്ടാണ് യാത്ര? ഡോക്ടർ മോളെ, കുറേ വർഷമായി ഞാൻ ഈ ഒരു സ്ഥലത്തേക്ക് പോകണമെന്ന് വിചാരിക്കുന്നു. 25 വർഷമായി ഞാൻ വൃദ്ധസദനത്തിൽ സഹായിയായി കഴിയുന്നു. ഇപ്പോഴാണ് എനിക്ക് പോകാൻ തരപ്പെട്ടത്. അതെവിടെയാണ് സുമതിയമ്മേ? വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ കടന്നു വന്ന വഴികളിലൂടെ തിരികെ ഒരു യാത്ര. പാതയിൽ നഷ്ടപ്പെട്ട ബന്ധനങ്ങൾ കണ്ടെത്തണം. പൂമംഗലത്തേക്ക് ഒന്ന് പോകണം. പൂമംഗലത്തേക്കോ? ഞാനും അവിടേക്കാണല്ലോ. ആണോ? അത് നന്നായി, എനിക്കൊരു കൂട്ടായില്ലോ. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് നരേന്ദ്രപ്രസാദ്. പ്രധാന വാർത്തകൾ. കനത്ത മഴയെ തുടർന്ന് കേരള സംസ്ഥാനത്തിലുടനീളം വൻ നാശനഷ്ടങ്ങൾ സ്ഥിരീകരിക്കപ്പെട്ടു. സംസ്ഥാന ഗവൺമെൻറ് ഇടുക്കി, പത്തനംതിട്ട, കൊല്ലം, കോട്ടയം, എറണാകുളം, തൃശൂർ, മലപ്പുറം എന്നീ ജില്ലകളിൽ റെഡ് അലേർട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചു. അറബിക്കടലിൽ ഉത്ഭവിച്ച ചുഴലിക്കാറ്റ് കനത്ത മഴയോടുകൂടി കേരളക്കരയെത്താൻ 24 മണിക്കൂറിനുള്ളിൽ സാധ്യതയുണ്ടെന്ന് കേരള സംസ്ഥാന കാലവർഷ നിരീക്ഷണ കേന്ദ്രം അറിയിപ്പ് പുറപ്പെടുവിച്ചു. ജില്ലാതലത്തിൽ ജനങ്ങൾ ജാഗരൂകരാകണമെന്നും ശ്രദ്ധാകേന്ദ്രീകരണം ഉണ്ടാവുമെന്നും സംസ്ഥാന ഗവൺമെന്റ് അറിയിച്ചു. എന്റെ പടച്ചോനീ, ഈ വെള്ളപ്പൊക്കവും ദുരിതവും കാരണം എത്ര ജീവിതങ്ങളാണ് പൊലിഞ്ഞു പോണത്. ഞാനേ കുറേ കൊല്ലം മുമ്പ് വയനാട്ടിൽ നടന്ന ഒരു ഉരുൾപൊട്ടൽ ഓർത്തുപോയി. വട്ടക്കുന്ന് താമസിക്കുന്ന നമ്മുടെ ഓമനയുടെ അമ്മ വീട് അവിടെയല്ലേ. പാവം വല്ലാതെ കഷ്ടപ്പെട്ടു. എല്ലാം നശിച്ചു പോയി. ഇത്ര സുമതിയമ്മേ, എന്തു പറ്റി? മഴ മഴ പെരുമഴ തുള്ളിക്കൊരു കുടം പ്രതികാരവാഞ്ചയോടെ കലിതുള്ളി വർഷിക്കയാണ്. മഴ മഴ പെരുമഴ തുള്ളിക്കൊരു കുടം
പ്രതികാരവാഞ്ചയോടെ കലിതുള്ളി വർഷിക്കയാണ്. തുടങ്ങി പ്രകൃതി ദേവി, തുടങ്ങി പ്രകൃതി ദേവി, കാറ്റും മഴ പ്രളയം ഒലിച്ചു പൊങ്ങുന്ന മൺകൂരകൾ, മേൽക്കൂരകൾ, കടപുഴകിയ വൃക്ഷങ്ങൾ, കഴുക്കോലുകൾ, കന്നുകാലികൾ. അഹോ ഭയാനകം, ഭയാനകം, ഭയാനകം. അമ്മ വിശക്കുന്നു, ചോര വേണം. മോളെ വരുന്നു. എൻ്റെ ഈശ്വര, ഞാൻ ഈ കുഞ്ഞുങ്ങളെ കൊണ്ട് എന്ത് ചെയ്യും? ഇവരുടെ വിശപ്പ് മാറ്റാൻ ഒരു പിടി ചോറ് പോലും ഇല്ലല്ലോ. ഹൗ രമണി, നീ വന്നല്ലോ. കുറച്ച് കഞ്ഞിയും പയറുമേ ഉള്ളൂ. എന്നെ കൊണ്ടാവുന്ന സഹായം ഞാൻ ചെയ്യും. പക്ഷേ ഈ 3 കുട്ടികളെ വളർത്തി വലുതാക്കാൻ അത് പോരല്ലോ. നീ ഞാൻ പറഞ്ഞ കാര്യത്തെപ്പറ്റി ഒന്ന് ആലോചിച്ചോ? ഞാൻ പറഞ്ഞില്ലേ എനിക്കിതൊന്നും സാധിക്കില്ലെന്ന്. നിന്റെ വിഷമം എനിക്ക് മനസ്സിലാവും സുമതി. പക്ഷേ കുഞ്ഞിന്റെ ഭാവിയെക്കുറിച്ച് ആലോചിക്കണ്ടേ? ഒറ്റയ്ക്കായാലും എൻ്റെ മക്കളെ ഞാൻ വളർത്തും. ഒരു വരുമാനവും ഇല്ലാത്ത നീ ഈ 3 പെൺകുട്ടികളെ എങ്ങനെ വളർത്തും? ഈ വീടിന്റെ സ്ഥിതി കണ്ടില്ലേ? വെള്ളം ചോരാത്ത ഒരു സ്ഥലം പോലുമില്ല. ഡോക്ടർ അജിത്തും ഗൗരിയും ഇന്നും കൂടി എന്നോട് സൂചിപ്പിച്ചു. കുട്ടികളില്ലാത്ത അവർ നിന്റെ മോളെ പൊന്നുപോലെ നോക്കും. എന്നാലും ഞാൻ എൻ്റെ മോളെ കാണാണ്ട് എങ്ങനെ ജീവിക്കും? അവൾക്ക് വിദ്യാഭ്യാസവും നല്ലൊരു ഭാവിയും കിട്ടണ്ടേ? അതിനു വേണ്ടി ഒരു അമ്മയെന്ന നിലയിൽ നീ ഇത് സഹിച്ചേ പറ്റൂ. ഭഗവാനെ, ഇതെന്തൊരു പരീക്ഷണമാണ്. മോളെ, നിനക്കൊരു നല്ല ജീവിതം തരുന്നത് പോട്ടെ, വിശപ്പ് മാറ്റാനുള്ള കഴിവ് പോലും ഈ അമ്മയ്ക്കില്ല. ഞാൻ നിസ്സഹായാണ് മോളെ. നിന്റെ സന്തോഷത്തിൽ ഞാൻ സമാധാനം കണ്ടെത്തും. ഈ അമ്മയെ വെറുക്കരുത് മോളെ. രമണി, ഡോക്ടർ അജിത്തിനെയും ഗൗരിയെയും അറിയിച്ചോളൂ. മോളെ, നിന്റെ അമ്മ ചെയ്ത ഈ മഹാത്യാഗം എന്നെങ്കിലും നീ മനസ്സിലാക്കും. ജനനിയായി സ്നേഹവും ലാളനയും മാറിലേ ചൂടും നൽകി, സുഖദുഃഖങ്ങൾ പങ്കിട്ടു വളർത്തി വലുതാക്കി, അരികിലാണെങ്കിലും അകലെയാണെങ്കിലും പിരിയില്ലൊരിക്കലും അമ്മയും മകളും എന്നതാണു സത്യം. മാതൃത്വമേ നമിക്കയാണ്, മാതൃത്വമേ നമിക്കയാണ് നിൻ മുന്നിൽ പ്രണാമം അമ്മേ. നിൻ മുന്നിൽ പ്രണാമം അമ്മേ. ജോലി എടുത്തുകൊണ്ട് 2 മക്കളെയും പഠിപ്പിച്ചു.
അവർക്ക് ഇപ്പോൾ ജോലിയും കുടുംബവുമായി. എന്നാലും ഞാൻ എൻ്റെ കൊച്ചുമോളെ പറ്റി എന്നും ഓർക്കും. അവൾ വളർന്നൊരു സുന്ദരിയായിട്ടുണ്ടാവും, നല്ലൊരു പദവിയിലെത്തിയിരിക്കും. ഇനി കല്യാണം കഴിഞ്ഞിട്ടുണ്ടാവോ? ഇതൊക്കെ അറിയാനാണ് ഞാൻ രമണിയെ കാണാൻ പൂമംഗലത്തേക്ക് പോണേ. എന്തു പറ്റി മോളെ? ഈ കഥകൾ കേട്ട് നിനക്ക് വിഷമമായോ? ഞാൻ ഡോക്ടർ അജിത്തിന്റെയും ഡോക്ടർ ഗൗരിയുടെയും മോളാണ്. എന്റെ പൊന്നുമോളെ, കുഞ്ഞേ, നിന്നെ ഓർക്കാത്ത നേരമില്ല, നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കാത്ത ദിവസങ്ങളില്ല. ഈശ്വര, നിനക്ക് എന്തെങ്കിലും ഈ അമ്മോട് ഓർക്കാനാകുമോ? അച്ഛൻ എപ്പോഴും പറയാറുണ്ട്, എൻ്റെ നല്ല ഭാവിക്ക് വേണ്ടിയാണ് അമ്മ എന്നെ അവരുടെ കയ്യിൽ ഏൽപ്പിച്ചതെന്ന്. എൻ്റെ അമ്മയോട് എനിക്കൊരു പരാതിയില്ല. അമ്മയുടെ ആ തീരുമാനമാണ് എനിക്ക് ഈ ജീവിതം തന്നത്. എന്റെ മോളെ, പൊന്നു മോളെ, വരൂ അമ്മേ. എന്റെ വടക്കുന്നാഥാ, നിന്റെ ഒരു കളി. ഇത്ര വർഷങ്ങൾക്ക് ശേഷമാണെങ്കിലും ഈ അമ്മേനെയും കുഞ്ഞിനെയും വീണ്ടും നീ ഒന്നിപ്പിച്ചല്ലോ ഭഗവാനെ. ഈ കഥകളൊക്കെ കാണുമ്പം നമ്മുടെ മനസ്സിൽ വല്ലാത്തൊരു നൊമ്പരവും പിന്നെ കൊച്ചു സന്തോഷവും. എൻ്റെ പീടിയിലെ ചായ പോലെ തന്നെയാ ഈ ജീവിതവും. കറുപ്പും വെളുപ്പും കയ്പും മധുരവും ഒക്കെ ചേർന്നിനി ഞാനും നമ്മുടെ ചായ എല്ലാരും കുടിക്കും. ഇല്ലേ 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 എന്റെ കമലെടുത്തേ? അതെ ബിവാത്തു, നീ പറഞ്ഞത് ശരിയാ. ഇവരെല്ലാം നമ്മളെ പോലെ തന്നെ പല കഷ്ടപ്പാടുകളും സഹിച്ച് മുന്നോട്ട് വന്ന സ്ത്രീകളെ കുറിച്ച് ഓർക്കുമ്പോ അഭിമാനാണ്. സമൂഹത്തിൽ ഇന്ന് സ്ത്രീകൾ കൈവരിക്കാത്ത പദവികളില്ല, കഴിവ് തെളിയിക്കാത്ത മേഖലകളില്ല. അതിൻ്റെ ഉത്തമ ഉദാഹരണങ്ങളായി തിളങ്ങുന്ന എത്രയോ വനിതകളുണ്ട് ലോകമെമ്പാടും നമ്മുടെ മുന്നിൽ. എന്നാൽ പലപ്പോഴും സഞ്ജീവനത്തിൻ്റെ ഈ ജീവിതയാത്രയിൽ സ്ത്രീകൾക്ക് പരസ്പരം കൈത്താങ്ങാവുന്നത് സ്ത്രീകൾക്കിടയിൽ നിന്നുള്ള സാധാരണക്കാരികൾ തന്നെയാണ്. ഈ സദസ്സിലും സമൂഹത്തിലും ഉള്ള നിങ്ങളെപ്പോലെയുള്ളവർ, നിങ്ങൾ അന്യോന്യം ചെയ്യുന്ന ചെറിയ സഹായങ്ങൾക്ക് വലിയ പ്രാധാന്യമുണ്ട്, മഹത്വവും. അത് അടയാളപ്പെടുത്തിക്കൊണ്ടുള്ള ബഹുമാന സൂചകമാണ് ഞങ്ങളുടെ ഇന്നത്തെ ഈ എളിയ അവതരണം. സഞ്ജീവനത്തിൽ നിലകൊള്ളുന്ന സ്ത്രീകൾ വിസ്മൃതിയിലേക്ക് മറഞ്ഞാലും കാലവും സമൂഹവും അവരെ മറക്കില്ല. അവരുടെ യാത്രകൾ ഇനിയും തുടരട്ടെ. May I now please invite Mini Unnikrishnan, who is the chief architect behind the play, and all cast and crew of Sanjeevanam, the amazingly creative, resourceful, wonderful ladies of Kala who made it happen, both on stage and off stage. Everyone, please come onto the stage. Thank you everyone. Sanjeevanam started as an idea which grew wings through the friendship and the support of these wonderful ladies from Kala.
and also the blessings and encouragement of the Kala family. In addition to all the cast and crew list that you saw on the video, there are many others sitting in this crowd who have contributed immensely to this wonderful program. The journey has been extremely exciting. As ladies, this was the first time we attempted to come together, put together the concept, the props, the scripting, the poems, the choreography, and the audio visuals. This process has been quite challenging and therefore very, very, very humbling. We have applauded the outstanding work of many women, some of which we shared on screen today. However, our objective was to draw attention to those silent moments of hidden strength that ordinary women demonstrate in their daily lives, and this has big impact and is often overlooked. Thank you very much for joining us on this journey. Thank you. Thank you, Minnie. Thank you, everyone. I was here last Sunday, so also many of us, so I witnessed the creation of some of these props. I would never, ever look at Pringles tins ever again without casting a thought to this play. Did anyone spot Pringle tins in the play? It was absolutely everywhere. Who would have thought it's such a versatile object? Yeah, amongst the props, yes.